What is the price? എന്താണ് വില? സുഷ had 572 rupees with her. സുഷയുടെ കയ്യിൽ എന്താണ് 572 rupees ഉണ്ടായിരുന്നു. After buying some beads and an abacus, she had 394 rupees left. അതായത് കുറച്ച് മുത്തുകളും അതുപോലെ തന്നെ അബാക്കസും വാങ്ങിയതിനു ശേഷം അവളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് എന്നാ പറഞ്ഞത്? ബാക്കി 394 rupees ഉണ്ട്. What is the price of beads and abacus? അബാക്കസിന്റെയും അതുപോലെ തന്നെ മുത്തുകളുടെയും വിലയാണ് ചോദിച്ചിരിക്കുന്നത്. What I understood from the question, what I must do to calculate the answer. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായത് എന്താണെന്ന് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് മനസ്സിലായത്? ടോട്ടൽ എമൗണ്ട് വിത്ത് സാഷയുടെ കയ്യിലുണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 572 ആണ്. ദെൻ ബാലൻസ് എമൗണ്ട് വിത്ത് ഹെർ, ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്? 394 ഉണ്ട്. ദെൻ പ്രൈസ് ഓഫ് ബീഡ്സ് ആൻഡ് അബാക്കസ് ആണ് കാണേണ്ടത് അല്ലേ? We have to find out the price of beads and abacus. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? What I must do to calculate the answer. ഈ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അല്ലേ? എന്താ ചെയ്യേണ്ടി വരിക? എന്ത് ചെയ്യണം നമ്മൾ? Subtract 394 from 572. 572ൽ നിന്ന് 394 കുറയ്ക്കണം അല്ലേ? ഇനി മൈ മെത്തേഡും അതുപോലെ തന്നെ ഫ്രണ്ട്സ് മെത്തേഡും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം? 572 എഴുതിയിട്ട് ചുവട്ടിൽ 394 എന്ന് എഴുതിയിട്ട് നമുക്ക് കുറച്ചിട്ട് എഴുതാം. ഇവിടെ 2ൽ നിന്ന് 2 വൺസിൽ നിന്ന് 4 വൺസ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ടെൻസിൽ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ എത്രയാണ് വരിക? അവിടെ 10ഉം 2ഉം 12 എന്ന് വരും. 12 വൺസ് എന്ന് വരും. 12 വൺസിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്ര വരും? 8 എന്ന് വരും. ടെൻസിൽ ഇപ്പോൾ ബാക്കി 6 ടെൻസേ ഉള്ളൂ. 7 ടെൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ടെൻസ് ബോറോ ചെയ്തു അല്ലേ? അപ്പോൾ 6 ടെൻസിൽ നിന്ന് 9 ടെൻസ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഹൺഡ്രഡ്സിൽ നിന്ന് ബോറോ ചെയ്യണം. 100 ബോറോ ചെയ്യണം. അപ്പോൾ എത്രയാ വരിക? 10 ടെൻസും 6 ടെൻസും കൂടി എത്രയാ? 16 എന്ന് വരും അല്ലേ? 16ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ വരിക? 7 എന്ന് എഴുതുക. 7 ടെൻസ് ആണ്. ഇവിടെ 500s ഉണ്ടായിരുന്നു, 100 ടെൻസിലോട്ട് ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 400s ആണ്. 400സിൽ നിന്ന് 300s പോയാൽ 100s അല്ലേ വരിക? 100 അല്ലേ വരിക? 1 എന്ന് ഇറക്കിയിടുക. അപ്പോൾ എത്രയാ വരിക? 178 അല്ലേ? അപ്പോൾ ആൻസർ ഐ ഗോട്ട് തന്നിട്ടുണ്ട്. അവിടെ എന്താണ്? 178 എന്ന് എഴുതുക. അടുത്തത് ഫ്രണ്ട്സ് മെത്തേഡ് ആണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 394ന്റെ കൂടെ എത്രയും കൂടിയും കൂട്ടിയാലാണ് 572 എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാ? 394 പ്ലസ് 6 അല്ലേ? 400 ദെൻ 400 പ്ലസ് 172 ആണ് 572. അപ്പോൾ 6ഉം 172 കൂടി ആഡ് ചെയ്താൽ എത്രയാ വരിക? 178. അങ്ങനെയും ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് വ്യത്യാസം എന്നാണ്. ഇഷ ആൻഡ് സുഷ ആർ പ്ലേയിങ് വിത്ത് ദയർ അബാക്കസസ്. ഇഷയും സുഷയും കൂടി അവരുടെ അബാക്കസസ് വെച്ച് കളിക്കുകയാണ്. അവിടെ നോക്കൂ, എന്താ ചോദിക്കുന്നത്? ഇഷ, വാട്ട് നമ്പർ ഡിഡ് യു മേക്ക് സുഷ? എന്താണ് സുഷ, നീ ഏത് നമ്പറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലേ? ഇവിടെ നമുക്ക് അബാക്കസിൽ ഇഷ ഉണ്ടാക്കിയ നമ്പറും സുഷ ഉണ്ടാക്കിയ നമ്പറും നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇഷ എത്രയാണ് നമ്പർ ഓൺ ദി അബാക്കസ്? എത്രയാണ്? ബീഡ്സ് കൗണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഹൺഡ്രഡ്സിൽ 6 ഉണ്ട്, ടെൻസിൽ 8 ഉണ്ട്, വൺസിൽ 5. ദെൻ സുഷയുടെ എത്രയാണ്? ഹൺഡ്രഡ്സിൽ 6, ടെൻസിൽ 3, വൺസിൽ 7. ഹു മെയ്ഡ് ദ ലാർജർ നമ്പർ? ആരാണ് ഏറ്റവും വലിയ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കേട്ടോ. 685ഉം 637. ഇതിൽ ഏത് നമ്പറാണ് വലുത്? 685 അല്ലേ? അപ്പൊ ഇഷയാണല്ലേ? അപ്പൊ ഇഷ എന്ന് എഴുതുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ്? ഈ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് വരിക? 685ൽ നിന്ന് 637 എന്ത് ചെയ്യുക? കുറച്ച് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? ചെയ്ത് നോക്കുക കേട്ടോ. 48 എന്ന് കിട്ടുമല്ലോ. 48 എന്ന് എഴുതുക. ഇനി ഇവിടെ നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? മൈ നമ്പർ ഈസ് 948. ഇഷ പറയുകയാണ് എന്റെ നമ്പർ 948 എന്ന്. അപ്പൊ സുഷ എന്താ പറയുന്നത്? ഐ ചേഞ്ച് ഇറ്റ് ടു 849. ഞാൻ അത് 849 ആക്കി മാറ്റി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് അബാക്കസിൽ വന്ന ചേഞ്ചസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ അബാക്കസ്. അബാക്കസിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ നമ്പർ ഓഫ് ബീഡ്സുകളുടെ എണ്ണത്തിൽ വന്ന മാറ്റം എന്താണെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹൺഡ്രഡ്സിൽ 1 ലെസ് ആണ് അല്ലേ? ഓൾറെഡി ഉണ്ടായിരുന്നത് 900 ആയിരുന്നു, അത് 800 ആയി എന്ന് പറഞ്ഞാൽ 100 ലെസ് ആയി അല്ലേ? ദെൻ ടെൻസിൽ എന്താ ഉണ്ടായത്? നോ ചേഞ്ച് ആണ് അല്ലേ? മാറ്റമൊന്നും വന്നിട്ടില്ല. 1ൽ 1 മോർ ആണ് അല്ലേ? നോക്കൂ, 948 ആയിരുന്നു, അത് എന്താക്കി മാറ്റി? 849 ആയി. അപ്പൊ 8 ഉണ്ടായിരുന്നത് 9 ആയി അല്ലേ? 1 മോർ ആണ്.
എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് വെൻ 948 ഈസ് ചേഞ്ച്ഡ് ടു 849? 948 എന്നുള്ളത് 849 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? ഒരു 100 കുറഞ്ഞു, ഒരു 1 കൂടി അല്ലേ? അപ്പൊ മൊത്തം എന്താ വ്യത്യാസം? ടെൻസിലൊന്നും മാറ്റം വന്നിട്ടില്ല അല്ലല്ലോ. അപ്പൊ എന്താണ് വ്യത്യാസം? 99 ആണല്ലേ മൊത്തം കുറഞ്ഞത്. അതെ, അവിടെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 100 ലെസ് ആൻഡ് 1 മോർ ടുഗദർ മീൻസ് 99 ലെസ് അല്ലേ. ഒരു 100 കുറഞ്ഞിട്ട് 1 കൂടിയാല് അതിന്റെ അർത്ഥം എന്താണ്? 99 കുറഞ്ഞു എന്നല്ലേ. സി ദ അതർ പെയേഴ്സ് ദേ ഹാവ് ഫൗണ്ട്. അവർ കണ്ടെത്തിയ അതർ പെയേഴ്സ് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്യാൻ യു കാൽക്കുലേറ്റ് ദ ഡിഫറൻസസ്? ഈ ഡിഫറൻസസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കി നോക്കൂ. 635 ആണ്, അത് 536 ആണ് അല്ലെ. പിന്നുള്ളത് പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 635ഉം 536ഉം. ടെൻസിൽ മാറ്റമൊന്നുമില്ല. ഹൺഡ്രഡ്സിൽ ഒരു 100 കുറഞ്ഞു, വൺസിൽ 1 കൂടി. അപ്പൊ മൊത്തം എഫക്ട് എത്രയാണ്? എത്ര കുറഞ്ഞിരിക്കുന്നത്? 99 ലെസ് ആയില്ലേ. ഇവിടെ നോക്കൂ. 423 എന്നുള്ളത് 324ഉം 423ഉം 324ഉം. അപ്പൊ എങ്ങനെയാ വന്നത്? ഇവിടെ അതന്നെയാണ്, സെയിം ആണ്. ഒരു 100 കുറഞ്ഞു, ദെൻ ടെൻസിൽ മാറ്റമൊന്നുമില്ല, ദെൻ വൺസ് 1 കൂടി. അപ്പൊ എത്രയാ വരിക? 99 അല്ലേ വ്യത്യാസം വരിക. അതുപോലെ തന്നെ 746ഉം 647ഉം അതും 99 തന്നെയാണ് വ്യത്യാസം വരിക. ലുക്ക് അറ്റ് ദ ആൻസേഴ്സ്. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? എന്താ ഇതൊന്ന് മനസ്സിലായത്? ഇഫ് ദ ഡിജിറ്റ് ഇൻ 100's place is decreases by 1, digit in 1's place increases by 1 and 10's digit remains unchanged, the differences will always be 99 അല്ലേ. 100's പ്ലേസിലെ ഡിജിറ്റ് 1 ഡിക്രീസ് ആവുക, അതുപോലെ തന്നെ 1's പ്ലേസിലെ ഡിജിറ്റ് 1 ഇൻക്രീസ് ആവുക, കൂടുക. 10's പ്ലേസിൽ മാറ്റങ്ങളൊന്നും വരാതിരുന്നാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 99 ആയിരിക്കും എന്നാണല്ലോ മനസ്സിലായത്. അതവിടെ എഴുതുക. വാട്ട് അബൌട്ട് ദീസ് പെയേഴ്സ്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടെ ചോട്ടിൽ നമുക്ക് പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിലെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. 896ഉം 698ഉം അല്ലേ. ഇവിടെ നോക്കൂ. 100's പ്ലേസിൽ ഡിജിറ്റ് 2 കുറഞ്ഞു അല്ലെ, ഡിക്രീസ് ആയി. 10's പ്ലേസിൽ മാറ്റമൊന്നുമില്ല. ആൻഡ് ദെൻ 1's പ്ലേസിൽ ഡിജിറ്റ് നോക്കൂ, 2 ഇൻക്രീസസ് ആയി. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 200 കുറഞ്ഞു, 2 കൂടി അല്ലേ. അപ്പൊ ഡിഫറൻസ് എത്രയായിരിക്കും? 198 ആണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. 634ഉം 436ഉം ആണ്. ഇവിടെ എങ്ങനെ തന്നെയാണ്? ദ ഡിജിറ്റ് ഇൻ 100's place is decreases by 2, digit in 10's place remains unchanged and the digit in 1's place increases by 2. The differences will always be എന്തായിരിക്കും? 198. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെ എഴുതിയാൽ മതി. അതായത് 100's പ്ലേസിലെ ഡിജിറ്റ് 2 കുറയുകയും 1's പ്ലേസിലെ ഡിജിറ്റ് 2 കൂടുകയും 10's പ്ലേസിൽ മാറ്റമൊന്നും വരാതിരുന്ന അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് എന്തെന്നെയായിരിക്കും? 198 ആയിരിക്കും. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.